ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലേ. എല്ലാവരും നന്നായിട്ട് ഉഷാറായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എക്സാമിൻ്റെ ആ ഒരു അവസാനഘട്ട പ്രിപ്പറേഷനിലും ആയിരിക്കും എന്നെനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഗുണകരമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 2-ൻ്റെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഒത്തിരി ലെങ്ത് ഒന്നുമില്ല, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിനോട് അടുത്തായിരിക്കും നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത്. നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കറിയാം, ആ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വളരെയേറെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മളെ ഗ്രൂപ്പ് 2-ൻ്റെ ആഗ്രിഗേറ്റ് മാർക്കുകളിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള ഒരു സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഏറെക്കുറെ പ്രോബ്ലം ഏരിയ ആണ്, തിയറിയും ഉണ്ട്, കുറച്ച് തിയറീസും ഉണ്ട്. അതേസമയം സ്ട്രാറ്റജിക് മാനേജ്മെന്റ് വളരെ ചെറിയൊരു ഏരിയ ആണ്, പക്ഷെ പക്കാ തിയറിയുമാണ്. 70% മാർക്ക് നിങ്ങൾക്കറിയാം. താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ തന്നിട്ടുണ്ട് നമുക്ക്. ഏകദേശം 70% മാർക്ക് നമുക്ക് ഇവിടെ എന്നാ ചോദിക്കുന്നത്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ഏരിയ എന്നാണ് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ 30% മാർക്കിന് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രശ്നങ്ങളില്ലല്ലോ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 60+ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോബ്ലംസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾ എക്സാം എഴുതുക എങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും 60+ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും നിങ്ങൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 30% ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് കളയാൻ പാടില്ല. കാരണം ആ ഒരു 30%-നും നിങ്ങളെ ആഗ്രിഗേറ്റിൽ എത്തിക്കുന്ന ആ ഒരു ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ അത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, കൂടുതൽ ഇമ്പോർട്ടൻസ് എടുത്ത് കൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, അല്പം ചുമയുണ്ട്, ക്ഷമിക്കുക കേട്ടോ. ചുമ അങ്ങോട്ട് മാറുന്നില്ല. പനി മാറിയിട്ട് ചുമ തുടങ്ങിയാണ്, അങ്ങോട്ട് മാറുന്നില്ല പൂർണ്ണമായിട്ട്. മരുന്നൊക്കെ കഴിച്ചു, സിറപ്പൊക്കെ കൂടുതൽ കഴിച്ചിട്ട് മാറുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വന്നേ, 70% മാർക്ക് നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ നിന്നും 30% മാർക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് തോന്നാവുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഇത് കേട്ടോ. തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. എവിടുന്ന് ആദ്യം ഏത് ചാപ്റ്റേഴ്സ്, ആദ്യം ഏത് സ്റ്റഡി നോട്ട് പഠിക്കണം, അതിനുശേഷം ഏത് സ്റ്റഡി നോട്ട് പഠിക്കണം, അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യും. ആ റാങ്കിങ് ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇനി പറയാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 4 ബാച്ച് റണ്ണിങ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 25 ക്ലാസ് കൊണ്ടാണ് നമ്മൾ ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 25 ക്ലാസ്സുകൾ കൊണ്ടാണ്. സോ അതിന്റെ ഓരോ ക്ലാസിന്റെയും ഡ്യൂറേഷനുകളും ഓരോ സ്റ്റഡി നോട്ട് പഠിച്ചു തീരാൻ എടുക്കുന്ന അവേഴ്സുമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും, നിങ്ങൾ സ്റ്റഡി നോട്ട് 4-നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് സ്റ്റഡി നോട്ട് 4 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് സ്റ്റഡി നോട്ട് 4 എന്ന് പറയുന്നത്. സോ ആദ്യം നിങ്ങൾ ഇത് പഠിക്കുക, സ്റ്റഡി നോട്ട് 4 പഠിക്കുക. ഓക്കെ, സ്റ്റഡി നോട്ട് 4 എനിക്ക് തോന്നുന്നു 8, 1, 2, 3, 4, 5, 6, 7 ആണോ, 8 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 8 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ആ സ്റ്റഡി നോട്ട് 4 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന് റാങ്ക് 1 കൊടുക്കുക. അതായത് നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ട ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ട ഏതാണ്, സ്റ്റഡി നോട്ട് 4 ആണ്. സ്റ്റഡി നോട്ട് 4-ൽ നിന്ന് എന്തായാലും 3-4 ചോദ്യങ്ങൾ ഉറപ്പാണ്. 6, 7, 8 മാർക്കുകൾക്ക് സ്റ്റഡി നോട്ട് 4-ൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. അത് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ അസൈൻമെന്റ് പ്രോബ്ലം ആകാം, സിമുലേഷന്റെ പ്രോബ്ലം ആകാം, ലൈൻ ബാലൻസിങ് ആകാം, ക്യൂയിങ് മോഡൽ ആകാം, ഏതുമാവാം, ലീനിയർ പ്രോഗ്രാമിംഗ് ആകാം. ഇതൊന്നും ചോദിച്ചിട്ടില്ല, ലീനിയർ പ്രോഗ്രാമിംഗ് ഒന്നും ചോദിച്ച് കണ്ടിട്ട് പോലും ഇല്ല. ഇത്തവണ വേണമെങ്കിൽ അത് ചോദിച്ചേക്കാം. പറഞ്ഞ മനസ്സിലായോ? സോ സ്റ്റഡി നോട്ട് 4 നിങ്ങൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏതാണെന്ന് സ്റ്റഡി നോട്ട് 7 ആണ്. സ്റ്റഡി നോട്ട് 7 നിങ്ങൾ രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് സ്റ്റഡി നോട്ട് 7 ആണ്. കാരണം ഇതിലെ പ്രോബ്ലംസ് ഒക്കെ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, എക്സാമിന് ചോദിക്കാൻ, നമ്മുടെ ഇപ്പോൾ ഓഫ്ലൈൻ ആണ് വരുന്നത് അല്ലേ, ഓഫ്ലൈൻ എക്സാം ആണ് വരുന്നത്. ഓഫ്ലൈൻ എക്സാമിന്
അത്യാവശ്യം നമ്മളെ കുഴപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുള്ള ഒരു സ്റ്റഡി നോട്ടാണ് സ്റ്റഡി നോട്ട് 7. നമ്മളൊരു 2 ക്ലാസ് കൊണ്ട് അത് തീർത്തിട്ടുണ്ട്. 2 ക്ലാസ് കൊണ്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. സോ നിങ്ങൾ രണ്ടാമതായിട്ട് പഠിക്കേണ്ട സ്റ്റഡി നോട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കണം? സ്റ്റഡി നോട്ട് 7 ആയിരിക്കണം. എക്കണോമിക്സ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സ്പെയർസ് മാനേജ്മെന്റ് എന്ന് പറയും. അതിലെ തിയറീസും നോക്കിക്കൊള്ളുക, അതുപോലെ തന്നെ അതിന്റെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻസോട് കൂടി നോക്കിക്കൊള്ളുക. എന്തായാലും എനിക്ക് തോന്നുന്നു ചോദിക്കാം കേട്ടോ, ചോദിക്കും എന്നുള്ള ഉറപ്പോട് കൂടി തന്നെ പഠിച്ചു. ഓക്കെ, പിന്നീട് ഞാൻ പറയും സ്റ്റഡി നോട്ട് 6. സ്റ്റഡി നോട്ട് 6 നമ്മൾ 3 ക്ലാസ് കൊണ്ട് തീർത്തിട്ടുണ്ട്. അതായത് പെർട്ട്, CPM എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയഗ്രാം, നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനുള്ള പ്രോബ്ലമാണ്. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ട്. പെർട്ട് ക്രാഷിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചേക്കാം. ഓഫ്ലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ വളരെ ചാൻസ് കൂടുതലാണ് അത് ചോദിക്കാനായിട്ട്. സോ നിങ്ങൾ മൂന്നാമതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട സ്റ്റഡി നോട്ട് എന്ന് പറയുന്നത് സ്റ്റഡി നോട്ട് 6 ആണ്. സ്റ്റഡി നോട്ട് 6ന് നമ്മൾ 4 ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ക്ലാസ് എടുത്തിട്ടുണ്ട്, 4 ക്ലാസ്. സോ മൂന്നാമതായിട്ട് നിങ്ങൾ സ്റ്റഡി നോട്ട് 4 നോക്കുക, സ്റ്റഡി നോട്ട് 6 നോക്കുക, സ്റ്റഡി നോട്ട് 6. ഓക്കെ, പിന്നെ നാലാമതായിട്ട് ഞാൻ പറയും ഇവനെ നോക്കാം, സ്റ്റഡി നോട്ട് 5. എക്കണോമിക്സ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സ്പെയർസ് മാനേജ്മെന്റ് പോലെ തന്നെ അല്പം ട്രിക്കി ആയിട്ടുള്ള, അല്പം നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുള്ള, പ്രോബ്ലംസ് ഉള്ള ഒരു ഏരിയ ആണ് പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സ്റ്റഡി നോട്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നോക്കുമ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും അതിലെ പ്രോബ്ലംസ് ഒക്കെ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടാണ്. ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെന്റ് പ്രോബ്ലം പോലെ നമ്മളൊക്കെ അത്ര ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് അതിലേക്ക്, പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റിലെ. സോ അതും പഠിച്ചോളുക. ഒന്നും നടന്നില്ലെങ്കിൽ കാണാതെ പഠിച്ചോളുക കേട്ടോ. 2-3 പ്രോബ്ലം ഒക്കെ കാണാതെ പഠിച്ചുകൊണ്ട് പോവുക. പക്ഷെ മനസ്സിലാവും, നമ്മൾ അതിന്റെ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. സോ മനസ്സിലാകാതിരിക്കാനൊന്നും വഴിയില്ല. ഓക്കെ, അത്രയായി. അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ട ഏതാണ്? സ്റ്റഡി നോട്ട് 4 ആണല്ലേ. സ്റ്റഡി നോട്ട് 4 എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പഠിക്കേണ്ട ഏതാ? സ്റ്റഡി നോട്ട് 7, എക്കണോമിക്സ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സ്പെയർസ് മാനേജ്മെന്റ്. തേർഡ് പഠിക്കേണ്ട ഏതാ? പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ പെർട്ടും CPM ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ പഠിക്കേണ്ട ഏതാണെന്ന് പറഞ്ഞു? സ്റ്റഡി നോട്ട് 5, പ്രൊഡക്ടിവിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്. പിന്നെ നിങ്ങൾ നേരെ വരേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ERP തിയറി, EBQ, EOQ പ്രോബ്ലംസ്. സ്റ്റഡി നോട്ട് 3 ആണ് നിങ്ങൾ പിന്നീട് പഠിക്കേണ്ടത്. സ്റ്റഡി നോട്ട് 3ഉം സ്റ്റഡി നോട്ട് 2ഉം, സ്റ്റഡി നോട്ട് 2ഉം സ്റ്റഡി നോട്ട് 3ഉം ആണ് പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത്. അഞ്ചാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അഞ്ചാമതായിട്ട് പഠിക്കേണ്ട ഏതാ? സ്റ്റഡി നോട്ട് 2ഉം 3ഉം. ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ തീർത്തിട്ടുണ്ട്, ഒറ്റ ക്ലാസ് കൊണ്ട് തീർത്തിട്ടുണ്ട്. സ്റ്റഡി നോട്ട് 2ലെ EBQ, EOQ പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എപ്പോഴും EOQ, EBQ പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ടെക്സ്റ്റിലെ ഉൾപ്പെടെ പുറത്തുനിന്നും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് പഠിക്കാം. നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ പുറത്തുനിന്നുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ ടെക്സ്റ്റിലെ പ്രോബ്ലംസും എല്ലാം വർക്കൗട്ട് ചെയ്താണ് പോകുന്നത്. സോ EBQ, EOQ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്റ്റഡി നോട്ട് 3ലെ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡി നോട്ട് 3ലെ തിയറീസ് കേട്ടോ. സോ അഞ്ചാമതായിട്ട് നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. പിന്നെ വരുമ്പോൾ ഞാൻ പറയാം, ഇവൻ 6 ഡേ 6ല് സ്റ്റഡി നോട്ട് 2 നിങ്ങൾ പഠിച്ചു. സ്റ്റഡി നോട്ട് 2 സ്റ്റഡി നോട്ട് 2ലെ തന്നെ ലേ ഔട്ടിന്റെ ഒരു ഏരിയ ഉണ്ട്. ലേ ഔട്ടിന്റെ ഏരിയ അത് നിങ്ങൾ ആറാമതായിട്ട് പഠിക്കുക. കാരണം എളുപ്പമാണ്, സംഭവം എളുപ്പമാണ്. അതിന്റെ കുറച്ച് തിയറീസും ഉണ്ട്. ലേ ഔട്ട് വരയ്ക്കാനും കോസ്റ്റ് കണ്ടുപിടിക്കാനുമുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ ആറാമതായിട്ട് പഠിക്കുക. EBQ, EOQ പ്രോബ്ലംസ് പഠിച്ചതിന് ശേഷം ആറാമതായിട്ട് പഠിച്ചോളുക. ഓക്കെ, ഏതാണ്? ഫെസിലിറ്റി ലൊക്കേഷനും ഫെസിലിറ്റി ലേ ഔട്ടിന്റെ തിയറീസും ലേ ഔട്ടിന്റെ പ്രോബ്ലവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് വരിക? ഈ മൂന്ന് ചാപ്റ്റർ തിയറിയാണ്. നിങ്ങൾക്ക് വളരെ സാവധാനത്തോടെ പഠിക്കാം. ഏഴാമതായിട്ട് നിങ്ങൾ അത് നോക്കുക. ഏഴാമതായിട്ട് നിങ്ങൾ ആ സ്റ്റഡി നോട്ട് 1 ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റഡി നോട്ട് 2 ആയിട്ടുള്ള ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. ഓപ്പറേഷൻസ് പ്ലാനിങ്ങിന്റെ പ്രോബ്ലം സോൾവിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റഡി നോട്ട് 2ന്റെ അതായത് മറ്റേ ട്രെൻഡ് അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ, കാൽക്കുലേഷൻ ഓഫ് ട്രെൻഡ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. കാൽക്കുലേഷൻ ഓഫ് ട്രെൻഡ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നതാണ്. കഴിഞ്ഞ മുമ്പത്തെ എക്സാമിന് ചോദിച്ചിരുന്നു കാൽക്കുലേഷൻ ഓഫ് ട്രെൻഡ്. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്.
സ്റ്റഡി നോട്ട് 2 ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമാണ്. ലേ ഔട്ടിന്റെ പോലെ തന്നെ ചോദിക്കാൻ വകുപ്പുള്ള ഒരു ഏരിയയാണ് കാൽക്കുലേഷൻ ഓഫ് ട്രെൻഡ്. ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും പഠിച്ചോണം. ഓക്കെ, അപ്പം അത്രയായി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇനി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഏതാണ് അവസാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട ആ തിയറി ഏരിയ ആണ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റഡി നോട്ട് 8 പഠിച്ചിരിക്കണം, 9 പഠിച്ചിരിക്കണം, 10ഉം മൂന്നും പഠിച്ചിരിക്കണം. 3 ഇമ്പോർട്ടൻ്റ്, ഒന്നും വിടാനില്ല. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്. കുറേ അധികം എസ്സേ ഒക്കെ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾ മനഃപ്പാടമാക്കുക, മനസ്സിലാക്കി പഠിക്കുക. മനഃപ്പാടമാക്കുന്നതിലും എനിക്ക് തോന്നുന്നു മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പോയിന്റ്സുകളൊക്കെ നല്ലപോലെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ട് വേണം പോകാൻ. ചുമ്മാ ഗ്യാസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ തിയറിക്ക് മാർക്ക് കിട്ടില്ല. അവർ വായിച്ചു നോക്കും, പോയിന്റ്സുകൾ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് തരുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ ഗ്യാസ് കയറ്റാതെ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും ഡ്യൂറേഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു റാങ്കിങ്ങിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓപ്പറേഷൻസ് മാനേജ്മെന്റിന് 60+ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി കുറച്ചുകൂടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടിയേക്കാം. മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ക്ലാസ്സുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോയും ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഏകദേശം എനിക്കൊരു ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അല്ലേ, 4 ബാച്ചിങ് റണ്ണിങ് ആണ്. നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ 4 ബാച്ച് റണ്ണിങ് ആണ്, വിജയകരമായിട്ട് പോകുന്നു. ഇനി നമ്മൾ എക്സാമിനോടനുബന്ധിച്ച് ഒരു ബാച്ചും കൂടെ തുടങ്ങിയേക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ വരും പുറകെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സോ നമ്മൾ ഈ റാങ്ക് ചെയ്ത മുറയ്ക്ക് നിങ്ങൾ പഠിച്ചു പോവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അറിയാമല്ലോ അല്ലേ, 9544864398. എൻ്റെ പേരൊക്കെ അറിയാമല്ലോ, സംഗീത്. ഓക്കെ, സംഗീത് ലാൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു, ബൈ.